ഹലോ, അജിത്താണ്. ട്രാവൽ വിത്ത് അജിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ബഹ്റിനിൽ കഴിഞ്ഞ 28 വർഷമായി സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കുടുംബ സൗഹൃദ വേദി. അപ്പോൾ അതിൻ്റെ 28ാം വാർഷികവും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവും കഴിഞ്ഞ ദിവസം നടന്നു. നമുക്കതിൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യ വീണ്ടും ഒരു റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ. അറേബ്യയുടെ പൗരദ്വീപായ ബഹ്റിൻ്റെ മണ്ണിൽ കഴിഞ്ഞ 28 വർഷമായി സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കുടുംബ സൗഹൃദ വേദി. അതിൻ്റെ 28ാം വാർഷികവും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവും കഴിഞ്ഞ ദിവസം ബഹ്റിൻ ഇന്ത്യൻ ക്ലബ്ബിൽ വെച്ച് നടക്കുകയുണ്ടായി. ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും പിന്നണി ഗായകരായ പ്രശാന്തിൻ്റെയും സൗമ്യയുടെയും മ്യൂസിക്കൽ നൈറ്റും സഹൃദയ നാടൻപാട്ട് സംഘത്തിൻ്റെ നാടൻ പാട്ടും ഉണ്ടായിരുന്നു. പരിപാടിയുടെ ഉദ്ഘാടനം ബഹ്റിലെ സെൻറ്റ് പീറ്റേഴ്സ് യാക്കോബ സുറിയാനി ഓർത്തഡോക്സ് ചർച്ച് വികാരി ഫാദർ ജോൺസൺ നിർവഹിച്ചു. കുടുംബ സൗഹൃദ വേദിയുടെ പ്രസിഡന്റ് സിബി കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അജീബ് പി ജോയ് സ്വാഗതവും ജനറൽ കൺവീനർ ജ്യോതിഷ് പണിക്കർ നന്ദിയും രേഖപ്പെടുത്തി. രക്ഷാധികാരി അജിത് കുമാർ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സുധീർ തിരുനലത്ത് എന്നിവർ ആശംസകൾ നേർന്നു. തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുവാൻ യേശുക്രിസ്തു പഠിപ്പിച്ച ആശയമാണ് കുടുംബ സൗഹൃദവേദി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഫാദർ ജോൺസൺ പറഞ്ഞു. ബഹ്റിനിൽ ഏകദേശം 250-ലധികം മലയാളി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് കുടുംബ സൗഹൃദ വേദിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബഹ്റിനിലെ തൻ്റെ ജോലിക്കിടയിലും മറ്റുള്ളവർക്ക് സഹായഹസ്തവുമായി ഓടിയെത്തുന്ന ബഹ്റിൻകാരുടെ പ്രിയപ്പെട്ട സലാമിക്കയ്ക്ക് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കുടുംബ സൗഹൃദ വേദി നൽകി ആദരിച്ചു. അപ്പോൾ നമുക്ക് ഈ ആഘോഷങ്ങളെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. കോപ്പിറൈറ്റ് പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ പാട്ടുകൾ പൂർണ്ണമായി ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു ചെറിയൊരു പാട്ടിലേക്കാണ് എൻട്രി അല്ലേ. അതായത് നമുക്ക് ഒരു
ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.